ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് MLHP മിഡ് ലെവൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ മിഡ് ലെവൽ ഹെൽത്ത് പ്രൊവൈഡേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ, ഡെഫിനേഷൻ, പിന്നെ മറ്റ് സിലബസിലെ മാറ്റങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു MLHPയെ പറ്റിയിട്ട്. ആ വീഡിയോ കാണാത്തവർ പോയി കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. ഈ ഒരു MLHPയിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് MLHP. നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു MLHP ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമ്മൾ CHO കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസേഴ്സ് എന്നറിയപ്പെടുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു CHOയുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പ്യുവർലി പോപ്പുലേഷൻ ഓറിയൻറ്റഡ് ആണ്. ഈ ഒരു പബ്ലിക് ഹെൽത്തിലുള്ള പോപ്പുലേഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇതിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കിടക്കുന്നത്. ഇനി ഈ ഒരു CHOമാർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു സൊസൈറ്റിയിൽ, ഒരു കമ്മ്യൂണിറ്റിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് റഫായിട്ട് നോക്കുകയാണെങ്കിൽ, ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ നടക്കുന്ന എല്ലാത്തരം ആക്ടിവിറ്റീസിനും ആവശ്യമുള്ള സർവീസ് ഇവർ കൊടുക്കണം. പിന്നെ അത് ലീഡ് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം, ആ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യണം. പിന്നെ ആ ഒരു ആക്ടിവിറ്റീസിലൊക്കെ ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള റോള് അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഒരു പാർട്ടിസിപ്പൻ്റ് ആയിരിക്കണം ഇവരായിരിക്കണം അതൊക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ടത്, അതിലൊക്കെ ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത്. ഇതൊക്കെ കൂടാതെ തന്നെ ഇവർ ഒരു സൊസൈറ്റിയിൽ, ഒരു കമ്മ്യൂണിറ്റിയിൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യണം. ഇനി ഹെൽത്ത് പ്രൊമോഷന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യണം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നമ്മുടെ വാക്സിനേഷൻ ഡ്രൈവ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇവർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ, ഉൾനാടുകളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ആവശ്യമുള്ള ക്വാളിറ്റി ഹെൽത്ത് കെയർ കിട്ടുന്നില്ല എന്ന്. അതായത് അതിൻ്റെ അകത്തെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഹെൽത്ത് കെയറിന് ആവശ്യമുള്ള ആൾക്കാരും നമ്മുടെ ഹെൽത്ത് ഫെസിലിറ്റിയും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി CHOയുടെ, അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസേഴ്സിൻ്റെ ഈ ഒരു റോൾസ് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു ഇതില്ലാതാക്കാനാണ്, അതായത് ക്വാളിറ്റി ഹെൽത്ത് കെയർ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് നികത്താൻ വേണ്ടിയിട്ടാണ്, പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് CHO അല്ലെങ്കിൽ MLHP പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇനി നമ്മുടെ ഈ റോൾസ് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന് ഹെൽത്ത് കെയർ സർവീസസ്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സൂപ്പർവിഷൻ സർവീസസ്, പിന്നെ മറ്റുള്ള സർവീസസ്. ഇതാണ് മെയിനായിട്ട് 3 റോൾസ് ഈ ഒരു CHOമാരുടെ. ഈ ഒരു MLHPയുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. MCH മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, അതായത് മാതൃശിശു ആരോഗ്യ അല്ലെങ്കിൽ സംരക്ഷണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നിയോനാറ്റൽ ആൻഡ് ഇൻഫൻറ്റ് ഹെൽത്ത് കെയർ, ജനിച്ച പഠനമുള്ള കുട്ടികളുടെ ഹെൽത്ത്. മെൻ്റൽ ഹെൽത്ത് സർവീസസ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ, ചൈൽഡ് ആൻഡ് അഡോളസൻ്റ് ഹെൽത്ത് കെയർ. പിന്നെ കെയർ ആൻഡ് ഇൽനെസ് ആൻഡ് മൈനർ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളുടെയൊക്കെ ഈ ആരോഗ്യം നോക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള കെയർ കൊടുക്കുക. ഓറൽ ഹെൽത്ത്, പിന്നെ വയസ്സായിട്ടുള്ളവരുടെ ജിയോട്രിക് ഹെൽത്ത്, പിന്നെ പാലിയേറ്റീവ് ആയിട്ടുള്ള സംരക്ഷണം, അല്ലെങ്കിൽ അതിനുള്ള ഇത് കൊടുക്കുക. എമർജൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. CDs ആൻഡ് NCDs, കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റിയിട്ടുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മറ്റേ എലിപ്പനിയുടെ, പിന്നെ മന്തിൻ്റെ ഒക്കെ മരുന്നൊക്കെ കൊടുക്കുന്നതൊക്കെ, നമ്മുടെ വെള്ളത്തിലിടാൻ വേണ്ടി ബ്ലീച്ച് പൊടിയൊക്കെ കൊടുക്കുക, പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. പിന്നെ ENT കെയർ, അതായത് ഏകദേശം നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒട്ടുമിക്ക കെയറും കൊടുക്കലാണ് ഇവരുടെ ഓൾ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയുന്നത്. അത് ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ ആൾക്കാരിലേക്ക് കുറച്ചുകൂടി ചെന്ന് ഇതുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മളിപ്പോഴും പറഞ്ഞുള്ള കുറേ പോയിൻ്റ് ഉണ്ടല്ലോ, അതായത് ഡിഫറെൻറ്റ് ഹെൽത്ത് കെയർസ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതെന്ന് പറഞ്ഞാൽ MLHP പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ സർവീസിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഇത് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ്, മറ്റുള്ള സർവീസസ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം. ഈ ഒരു ഹെൽത്ത് കെയർ സർവീസസിൽ ആദ്യം വരുന്നത് മെറ്റേണൽ ഹെൽത്ത് കെയർ, MCH മെറ്റേണൽ ചൈൽഡ് ഹെൽത്ത്. ഈ ഒരു കാര്യമാണ്. ഇതിൽ 2 വരുന്നുണ്ട്. ഒന്ന് പ്രീനാറ്റൽ കെയറും പിന്നെ പോസ്റ്റ്നാറ്റൽ കെയറും, കുഞ്ഞ് ജനിക്കുന്നതിനേക്കാൾ മുമ്പ് കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പ്രീനാറ്റൽ കെയറിൽ വരുന്നതാണ് ആൻറ്റിനാറ്റൽ ചെക്കപ്സ്, ഗർഭിണികളുടെ ചെക്കപ്സ്, പിന്നെ ഈ ഹൈ റിസ്കിനുള്ള സ്ക്രീനിങ്, ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളോ മറ്റ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചെക്കപ്പ് ചെയ്യുക. ഡയബറ്റീസ് അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, പ്രമേഹമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഇമ്മ്യൂണൈസേഷൻ ആൻഡ് സപ്ലിമെൻറ്റേഷൻ, വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ നോക്കുക. സപ്ലിമെൻറ്റേഷൻ, അയൺ സപ്ലിമെൻറ്റ്, പിന്നെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പ്രസവിക്കുന്ന സമയത്തുള്ള ചൈൽഡ് ബേർത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ പോസ്റ്റ്നാറ്റൽ കെയർ വരികയാണെങ്കിൽ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴാവശ്യമുണ്ടെങ്കിൽ ഒരു ഹയർ സെൻറ്ററിലേക്ക് ഒരു റെഫർ ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു MCH കെയറിൽ വരുന്ന കാര്യങ്ങൾ. ഇനി ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുള്ള ഹെൽത്ത് കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യും. മാനേജ്മെൻറ്റ് ഓഫ് ഹൈ റിസ്ക് ന്യൂ ബോൺസിൻ്റെ ഇപ്പോൾ അണ്ടർ വെയ്റ്റ് ഒക്കെ ആയിരിക്കും, അങ്ങനെയുള്ളവരുടെ മാനേജ്മെൻറ്റ്,
പിന്നെ സ്ക്രീനിങ് ഓഫ് കൺജനിറ്റൽ അനോമലീസ്, എന്തെങ്കിലും കൺജനിറ്റൽ അനോമലീസ് ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യുക. IMNCI സർവീസസ്, പിന്നെ ഇമ്മ്യൂണൈസേഷൻസ്. ഈ ഒരു IMNCI സർവീസസ് എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് ഓഫ് നിയോനേറ്റൽ ആൻഡ് ചൈൽഡ്ഹുഡ് ഇൽനെസ്സസ്. അതായത് ഈ ഒരു നിയോനേറ്റ്സിനും പിന്നെ ഈ ഒരു കുട്ടിക്കാലത്ത് വരുന്ന ഇൽനെസ്സിൻ്റെ ഒക്കെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സർവീസസ്. പിന്നെ ഇമ്മ്യൂണൈസേഷനിൽ വാക്സിനേഷൻ ഒരുപാടുണ്ടല്ലോ, ഒരുപാട് തരം വാക്സിനേഷൻ ഓരോ മാസത്തൊക്കെ കൊടുക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷൻ ഓഫ് ഹെൽത്ത് കെയറിൽ വരുന്നത്. ഇനി ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസെൻ്റ് ഹെൽത്ത് കെയറിൽ വരുന്നത് അഡോളസെൻ്റ് ഹെൽത്ത് കൗൺസിലിംഗ്. അവർക്ക് ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് മാറ്റങ്ങളൊക്കെ വരും ഈ അഡോളസെൻ്റ് ഏജിലൊക്കെ. അപ്പോൾ ആ ടൈമിലുള്ള കൗൺസിലിംഗ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് എവിടെയെങ്കിലും നടക്കുന്നുണ്ടോന്ന് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴ്. പിന്നെ ഡിറ്റക്ഷൻ ഓഫ് എനി ഡെഫിഷ്യൻസി, എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ, ന്യൂട്രീഷണൽ സപ്ലിമെൻ്റ് ആൻഡ് റഫറൽ സർവീസസ്, കുട്ടികൾക്കുള്ള ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ്, പിന്നെ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ റെഫർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയറിലാണെങ്കിൽ അതിപ്രധാനമായിട്ടുള്ള ഫാമിലി പ്ലാനിങ് ഒക്കെ ഇതുവഴിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫാമിലി പ്ലാനിങ്, പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് STI അല്ലെങ്കിൽ STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡിസീസസ്, ഈ ഒരു HIV/AIDS ഒക്കെ ബോധവൽക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ റഫറൽ സർവീസസ്, അവിടെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഹയർ സെൻ്ററിലേക്ക് റഫർ ചെയ്യുക. നമ്മളിനി കമ്മ്യൂണിക്കബിൾ ഡിസീസസ് CDSൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ വെള്ളത്തിലൂടെ വെക്ടറിലൂടെയൊക്കെ പകരുന്ന അസുഖങ്ങളുടെ ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്. ഇതിൽ വരുന്നതാണ് മറ്റേ ഈ കൊതുകിൻ്റെ ഒക്കെ ഈ ഒരു വളർന്ന് പന്തലിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വെള്ളം മറിച്ച് കളയുക, പിന്നെ കൊതുകുവല യൂസ് ചെയ്യുക, മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ വെള്ളത്തിലൂടെ പകരുന്നതിന് വെള്ളം ചൂടാക്കി കുടിക്കുക, പിന്നെ ഈ ഒരു കിണറൊക്കെ വലയിട്ട് മൂടി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കില്ല അതൊക്കെ. പിന്നെ ബ്ലീച്ചിങ്, ആ സംഭവമൊക്കെ. പിന്നെ അതുകൂടാതെ തന്നെ ഈ ഒരു ലെപ്രസി പോലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് DOTS, DPMR, ഡിസബിലിറ്റി പ്രിവെൻഷൻ ആൻഡ് മെഡിക്കൽ റിഹാബിലിറ്റേഷൻ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഈ ഒരു DOTSൽ വരുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഒബ്സർവേഷൻ ട്രീറ്റ്മെൻറ്റ്, നേരിട്ട് നിരീക്ഷിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. പിന്നെ വരുന്നതാണ് നമ്മുടെ റഫറൽ സർവീസസ്, അതെല്ലാത്തിലും ഉണ്ടല്ലോ. കമ്മ്യൂണിക്കബിൾ പോലെ തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ സ്ക്രീനിങ്, അതിൻ്റെ പ്രിവെൻഷൻ, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് അലോങ് വിത്ത് ഫോളോ അപ്പ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റീസ്. അതായത് ഈ ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ സ്ക്രീൻ ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഹെൽത്ത് എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ, അതിനെ കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുകൂടാതെ തന്നെ ഫോളോ അപ്പ് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നോക്കുകയാണെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഡയബറ്റിസ്, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ്, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ. ഇത് ഈ പകരാതെ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ബാധിക്കുന്ന അസുഖങ്ങളുണ്ടല്ലോ ഒരുപാടെണ്ണം. അതിനെപ്പറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ്, ഹെൽത്ത് കെയർ, പ്രിവെൻഷനൊക്കെ. ഇനി അടുത്തൊരു അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇൽനെസ് ആൻഡ് മൈനർ എയിൽമെൻറ്റ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതായത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഫീവർ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ഡയേരിയ, കോളറ, സ്കിൻ റാഷസ്, പെയിന്, ടൈഫോയിഡ്, അത് ഒരുപാട് അസുഖങ്ങളുണ്ട്. ഈ ഒരു അസുഖങ്ങളുടെയൊക്കെ പനി, പിന്നെ നമ്മുടെ കഫക്കെട്ട്, ചുമ, പിന്നെ കോളറ, വയറിളക്കം, അതുപോലുള്ള അസുഖങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഇനി ENT വരികയാണെങ്കിൽ സ്ക്രീനിങ് അലോങ് വിത്ത് പ്രൈമറി കെയർ ഓഫ് ഓഫ്താൽമിക് ആൻഡ് ENT പ്രോബ്ലംസ് ആൻഡ് റഫറൽ സർവീസസ് ടു എനി എമർജൻസി. അതായത് കാഴ്ച സ്ക്രീൻ ചെയ്യുക, പിന്നെ ENT എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സ്ക്രീന് ചെയ്യുക, അതിൻ്റെ പ്രൈമറി കെയർ കൊടുക്കുക, പിന്നെ റഫറൽ സർവീസസ് കുറച്ചുകൂടി ഹയർ സെൻ്ററിലേക്ക് റഫർ ചെയ്യാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി ഓറൽ ഹെൽത്ത് വരികയാണെങ്കിൽ റെഗുലർ ചെക്കപ്പ് ആൻഡ് സ്ക്രീനിങ് ഓഫ് ഓറൽ ഹെൽത്ത്, പല്ലിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കുക. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇനി ജിയോയാട്രിക് ആൻഡ് പാലിയേറ്റീവ് കെയർ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് ക്യാമ്പ് ഓർഗനൈസ് ചെയ്യുക, റൂട്ടീൻ ചെക്കപ്പ്സ് നടത്തുക ഈ ഓർഗനൈസ് ചെയ്യുന്നതിലൂടെ. പിന്നെ വയസ്സായവരുടെ കെയർ, അവർക്ക് ഇപ്പോൾ കുറേ പേരൊക്കെ ഉണ്ടാവും ഹോസ്പിറ്റലൊന്നും പോകാൻ എടുക്കുന്നത്, അപ്പോൾ ഹെൽത്ത് ക്യാമ്പൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ അവരൊക്കെ പോയിട്ട് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതൊക്കെ. പാലിയേറ്റീവ് കെയർ എന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് കെയർ കൊടുക്കുന്നത് ഈ വയ്യാത്തവർക്ക്. പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ചില സെൻറ്റേഴ്സൊക്കെ ഉണ്ട്, പാലിയേറ്റീവ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇനി എമർജൻസി സർവീസസ് നോക്കുകയാണെങ്കിൽ ഇപ്പം പൊള്ളലേറ്റാൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ട്രോമ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതിന് ഫസ്റ്റ് എയ്ഡ് മാനേജ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞപ്പോൾ റെഫർ ചെയ്യുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി മെൻ്റൽ ഹെൽത്ത് കെയർ നോക്കുകയാണെങ്കിൽ സ്ക്രീൻ ചെയ്യുക, കൗൺസിലിംഗ് നൽകുക, പിന്നെ റെഫറൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ഇത് സെയിം സാധനമാണ്, നമ്മൾ ജസ്റ്റ് ഹെഡിങ് മാത്രം നോക്കിയിട്ട് പിന്നെ അങ്ങ് ചുമ്മാ എഴുതാവുന്നേ ഉള്ളൂ. ഇതൊക്കെ എല്ലാത്തിലും ഇതൊക്കെ തന്നെ വരുന്നത്. പിന്നെ ചിലതിൽ മാത്രം ഇപ്പം മെൻ്റൽ ഹെൽത്തൊക്കെ വരുമ്പോൾ, അഡോളസൻ്റ് ഒക്കെ വരുമ്പോൾ കൗൺസിലിംഗ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ കയറി വരും. ഓക്കെ, ബാക്കിയുള്ളത് സ്ക്രീനിങ്, റെഫറൽ, പിന്നെ ട്രീറ്റ്മെൻറ്റ്, പ്രിവെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും.
ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഹെൽത്ത് കെയറിൽ വരുന്ന, അതായത് ഹെൽത്ത് സർവീസസിൽ വരുന്ന മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അഡ്മിനിസ്ട്രേറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സൂപ്പർവിഷൻ സർവീസസ്. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് നോക്കുവാണെങ്കിൽ ഗൈഡൻസ് ടു അതർ കോ ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻവെൻറ്റർ റിപ്പോർട്ട് സബ്മിഷൻ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. അതായത് മറ്റുള്ള കോ ഹെൽത്ത് വർക്കേഴ്സ് കൂടെ ജോലി ചെയ്യുന്നവർക്കുള്ള ഗൈഡൻസ് നൽകുക. പിന്നെ നമ്മുടെ ഇൻവെൻറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ സംഭവത്തിൻ്റെയൊക്കെ ഇത് മാനേജ് ചെയ്യുക, പിന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിൽ വരുന്നത്. ഇനി സൂപ്പർവിഷനിൽ വരുന്നതാണെങ്കിൽ സൂപ്പർവിഷൻ ഓഫ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, ആശ, ഹോം വിസിറ്റ്സ്, ഹെൽത്ത് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഒക്കെ സൂപ്പർവൈസ് ചെയ്യുക. അതായത് ഒരുപാട് ഹെൽത്ത് പ്രോഗ്രാംസ് വരുന്നുണ്ടല്ലോ, ആ ഹെൽത്ത് പ്രോഗ്രാംസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, അത് മേൽനോട്ടം വഹിക്കേണ്ടതൊക്കെ ഇവരാണ്. പിന്നെ ആശ വർക്കേഴ്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഹോം വിസിറ്റ്സ് നടത്തുന്നുണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ, പിന്നെ ഹെൽത്ത് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. പിന്നെ കെയർ പാത്വേ പ്രൊവൈഡ് സ്പെസിഫിക് കെയർ അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ഗൈഡ്ലൈൻസ്. സ്റ്റാൻഡേർഡായുള്ള ട്രീറ്റ്മെൻറ്റ് ഗൈഡ്ലൈൻസ് വെച്ചിട്ട് സ്പെസിഫിക് ആയുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുക. ഇനി കേസ് കോർഡിനേറ്റർ ആൻഡ് മാനേജർ റോളുണ്ട്. ഇതിൽ വരുന്നതാണ് പ്രൊവൈഡ് കമ്മ്യൂണിക്കേഷൻ ടു ഹയർ അതോറിറ്റി. ഹയർ അതോറിറ്റിയിൽ ലൈക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? സ്പെസിഫിക് കേസ് റിഗാർഡിംഗ് ആയിട്ട്, പിന്നെ കോർഡിനേറ്റിംഗ് കെയർ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് കെയർ, ഇത് റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ ഹയർ അതോറിറ്റി ആയിട്ട് നടത്തുക. പിന്നെ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസീസിൻ്റെ ഔട്ട് ബ്രേക്ക് നടക്കുകയാണെങ്കിൽ ലോക്കൽ റെസ്പോൺസ് ടു ഡിസീസ് ഔട്ട് ബ്രേക്ക് ആൻഡ് ഏർലി മാനേജ്മെൻറ്റ് ഓഫ് ഡിസാസ്റ്റർ. എന്തെങ്കിലും ഡിസാസ്റ്റർ നടക്കുകയാണെങ്കിൽ ഏർലി മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ എന്തെങ്കിലും ഔട്ട് ബ്രേക്കൊക്കെ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ലോക്കൽ റെസ്പോൺസ് നടത്തേണ്ടത്, അതായത് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഒരു സാധനം നടക്കുകയാണ്, അതായത് നിപ്പ ഔട്ട് ബ്രേക്ക് നടക്കുകയാണെങ്കിൽ അവിടെ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പോകേണ്ടത് ഇവരാണ്. ഇനി ഈ ഒരു ഫണ്ട് മാനേജ്മെൻറ്റ്, ഈ ഫണ്ടൊക്കെ മാനേജ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി വർക്ക് ഉണ്ട്. സപ്പോർട്ട് ദി ടീം ഫോർ എൻടൈറ്റിലിംഗ് ദി ഫണ്ട് ഫോർ വേരിയസ് പ്രൊജക്റ്റ് ആൻഡ് പ്രോഗ്രാംസ്. അതായത് വേരിയസ് പ്രൊജക്റ്റിനും പ്രോഗ്രാംസ് ആവശ്യമായിട്ടുള്ള ഫണ്ടുകളുടെ ഡിസ്ട്രിബ്യൂഷൻ അതൊക്കെ കൊടുക്കുക, അതൊക്കെ കൺട്രോൾ ചെയ്യുക ഇവരുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഡാറ്റ മാനേജ്മെൻറ്റ് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ അവരുടെ കർത്തവ്യമാണ്. വർക്കൗട്ട് പോപ്പുലേഷൻ ഡാറ്റ വിത്ത് വേരിയസ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്. അതായത് ചുമ്മാ പോയിട്ട് വീട്ടിൽ പോയിട്ട് സർവേ എടുക്കലല്ല, അതിൻ്റെ കൂടെ തന്നെ അതായത് എത്ര പേരുണ്ട് വീട്ടിൽ നിന്ന് മാത്രം നോക്കുമല്ല, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഇൽനെസ് ഉണ്ടോ, വെള്ളത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളുടെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക, അതിൻ്റെ പ്രോപ്പറായിട്ട് അത് ഹയർ അതോറിറ്റിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി എൻവയോൺമെൻറ്റൽ റോൾ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ടു കമ്മ്യൂണിറ്റി, സ്പീക്ക് അബൌട്ട് സേഫ് വാട്ടർ, സാനിറ്റേഷൻ, ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് ഐഡൻറ്റിഫൈ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് ആൻഡ് കൺട്രോൾ. അതായത് കമ്മ്യൂണിറ്റി എഡ്യൂക്കേറ്റ് ചെയ്യുക, സേഫ് വാട്ടറിനെ പറ്റിയിട്ട് സംസാരിക്കുക, അവരോട് എങ്ങനെ ശുദ്ധമായ ജലം ശുദ്ധമായിട്ട് സൂക്ഷിക്കണം, എങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാം, ചൂടാക്കിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ സാനിറ്റേഷൻ റിഗാർഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടി ഒരുപാട് പദ്ധതികളുണ്ട് കേട്ടോ, ഇവർ കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പൊല്യൂഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ, എൻവയോൺമെൻറ്റൽ ഹസാർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക, അതൊക്കെയാണ് ഇവരുടെ അടുത്ത കർത്തവ്യം. ഇനി ഈ ഒരു CHOമാരുടെ അല്ലെങ്കിൽ MLHPയുടെ അടുത്ത സെറ്റ് ഓഫ് റോൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി നോക്കുകയാണെങ്കിൽ മറ്റുള്ള സ്കിൽസ്, ബാക്കിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യേണ്ടത് കമ്മ്യൂണിറ്റിക്ക്, അല്ലെങ്കിൽ അവരുടെ ഇൻ ബിറ്റ്വീൻ തന്നെ ഒരു പ്രോപ്പറുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കിൽസ്, പിന്നെ ട്രാൻസ് കൾച്ചറൽ കോമ്പീറ്റൻസ്, അസസ്മെൻറ്റ് സ്കിൽസ്, ട്രെയിനിങ് കാപ്പബിലിറ്റി, പ്രൊഫഷണലിസം, അഡ്വക്കസി, എഡ്യൂക്കേഷൻ, ഫെസിലിറ്റേഷൻ. അത് മെയിനായിട്ട് വരുമ്പോൾ സ്കിൽ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സ്കിൽസ് ഇവർക്ക് ഡെവലപ്പ് ചെയ്യണം. അതായത് ഈ ഒരു പേഷ്യൻറ്റുമായിട്ട്, സൊസൈറ്റിയുമായിട്ട്, കമ്മ്യൂണിറ്റിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്കിൽസ്, പിന്നെ അവരുമായിട്ട് ഇടപഴകുമ്പോഴൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ആൾക്കാർ തമ്മിലുള്ള ഒരു റിലേഷൻ ബിൽഡിങ്ങിന് വേണ്ടിയുള്ള സ്കിൽസ്. ട്രാൻസ് കൾച്ചറൽ കോമ്പീറ്റൻസ്, അതായത് കൾച്ചറുകൾ തമ്മിലുള്ള, അത് വ്യത്യസ്തമായുള്ള കൾച്ചറുകൾ അല്ലെങ്കിൽ മറ്റൊരു എൻറ്റയർ ഡിഫറെൻറ്റ് കൾച്ചറൊക്കെ ആയിരിക്കും, അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി, അവരുമായിട്ട് സഹകരിച്ച് പോകാൻ വേണ്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അസസ്മെൻറ്റ് സ്കില്ല്, ഇത് കമ്മ്യൂണിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. ട്രെയിനിങ് കാപ്പബിലിറ്റി, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഗൈസ്, ഇതൊക്കെയാണ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. ഈ MLHPs ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ നമ്മുടെ ഹോസ്പിറ്റൽസിലുള്ള ഡോക്ടേഴ്സിൻ്റെ, നഴ്സുമാരുടെ, ഹെൽത്ത് വർക്കേഴ്സിൻ്റെ ഒക്കെ ഒരു ബേർഡൻ ഭയങ്കരമായിട്ട് കുറക്കാൻ പറ്റുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇത് ഓരോ ഏരിയാസിൽ കൂടുതലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ട് അവിടെയുള്ളവർക്കെങ്കിലും കുറച്ച് റിലീഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടേഴ്സിന് കുറച്ചുകൂടി ഇച്ചിരി അത്യാവശ്യമുള്ളവരെ നോക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്, കുറച്ചുകൂടി പ്രോപ്പറായിട്ട് അവരുടെ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്.
This initiative by Government of India will help to provide easy and affordable healthcare services to the population, which also play an important role for universal health coverage in India. ഈ ഒരു MLHPയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തല്ലോ. ഇതിങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോടെ ആൾക്കാർ കുറച്ചുകൂടി നല്ലൊരു ഹെൽത്ത് കെയർ സർവീസ് അവൈലബിളായി. നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. ഉൾപ്രദേശങ്ങളിലൊക്കെ ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാനോ അവിടുത്തെ ഹെൽത്ത് കെയർ അഫോർഡ് ചെയ്യാനോ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു MLHP ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവർ പോലും നോട്ടീസ് ചെയ്യാത്ത പ്രശ്നങ്ങളും കണ്ടുപിടിക്കുകയും അത് പരിഹരിക്കാൻ, സ്ക്രീൻ ചെയ്യാൻ, അത് സോൾവ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി വലിയൊരു പങ്ക് ഈ ഒരു MLHPs വഹിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക് കേട്ടോ. സോ ബൈ, താങ്ക് യു.